അപ്പോൾ ജോബ് സ്ട്രെസ് കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് വരുന്ന ഏരിയ ആണ് ഓർഗനൈസേഷണൽ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർഗനൈസേഷണൽ സ്ട്രെസ് നേരത്തെ നമ്മൾ പറഞ്ഞത് ജോബ് സ്ട്രെസ്സാണ്. ജോബ് സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമ്മൾ എംപ്ലോയീസിന് ജോബ് ചെയ്യുന്നത് റിലേറ്റഡ് ആയിട്ട് വരുന്ന സ്ട്രെസ്സിനെയാണ് ജോബ് സ്ട്രെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓർഗനൈസേഷണൽ സ്ട്രെസ് എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ ആസ് എ ഹോൾ എംപ്ലോയേഴ്സിന് എന്തൊക്കെ കോസസ് കൊണ്ടാണ് സ്ട്രെസ്സ് വരുന്നത്, ആൻഡ് അതെങ്ങനെയൊക്കെ എംപ്ലോയർ എംപ്ലോയി റിലേഷനെയും എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഓർഗനൈസേഷണൽ സ്ട്രെസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഓർഗനൈസേഷണൽ സ്ട്രെസ് എന്താണെന്നുള്ളത് ഒന്ന് ഡിഫൈൻ ചെയ്യാം. Organizational stress is commonly defined as an emotional, cognitive, behavioral and physiological responses to the aggressive and harmful aspect of work environment and organizational climate. ഓക്കെ, അപ്പോൾ എന്തൊക്കെ റീസണിനോടുള്ള റെസ്പോൺസസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? അഗ്രസീവ് ആൻഡ് ഹാംഫുൾ ആസ്പെക്റ്റ് ഓഫ് വർക്ക് എൻവയോൺമെൻറ്റ് ആൻഡ് ഓർഗനൈസേഷണൽ ക്ലൈമറ്റ്. ഒരു ഓർഗനൈസേഷനിൽ എംപ്ലോയീസ് ചെയ്യേണ്ട വർക്ക്സ് ആൻഡ് ആ ഒരു വർക്ക് എൻവയോൺമെൻറ്റ്, അവിടുത്തെ ഫിസിക്കൽ കണ്ടീഷൻസ് ആൻഡ് ഓർഗനൈസേഷണൽ ക്ലൈമറ്റ്, അവിടെയുള്ള എംപ്ലോയി റിലേഷൻസ്, എംപ്ലോയി ടു എംപ്ലോയി തമ്മിലുള്ള റിലേഷൻസ്, ഇതൊക്കെ വരുന്ന ഈ ആസ്പെക്റ്റിൽ വരുന്ന റെസ്പോൺസസ് നമ്മളുടെ ബിഹേവിയറൽ ആസ് വെൽ ആസ് ഫിസിയോളജിക്കൽ ആൻഡ് ഇമോഷണൽ റെസ്പോൺസസിനെയാണ് ഓർഗനൈസേഷണൽ സ്ട്രെസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇമോഷണൽ ആൻഡ് ഫിസിയോളജിക്കൽ റെസ്പോൺസസ് ഓഫ് ദ എംപ്ലോയീസ് ടുവേർഡ് ദ ഓർഗനൈസേഷണൽ ക്ലൈമറ്റ് ആൻഡ് ദ വർക്ക്. ഓക്കെ, അപ്പം വർക്കിനോടും ഓർഗനൈസേഷണൽ ക്ലൈമറ്റ് ആസ് എ ഹോൾ അതിനോടുള്ള റെസ്പോൺസസിനെയാണ് ഓർഗനൈസേഷണൽ സ്ട്രെസ്സിൽ പറയുന്നത്. അപ്പോൾ ഇത് ഈ ഓർഗനൈസേഷണൽ സ്ട്രെസ് എന്ന് പറയുന്ന ഒരുപാട് എംപ്ലോയീസ് ആൻഡ് എംപ്ലോയർ റിലേഷൻസിനെ ഒരുപാട് എഫക്റ്റ് ചെയ്യുന്ന ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അപ്പോൾ ഓർഗനൈസേഷണൽ സ്ട്രെസ് കൂടുതലുള്ളൊരു ഓർഗനൈസേഷണൽ ക്ലൈമറ്റ് ആണെന്ന് വയ്ക്കുക. അപ്പോൾ അവിടെ എന്തിരിക്കും, എംപ്ലോയി തമ്മിൽ എപ്പോഴും കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. അവിടെ എപ്പോഴും എംപ്ലോയീസിനെ ഹറാസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ എംപ്ലോയീസിൻ്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നതും കുറവായിരിക്കും ആൻഡ് എംപ്ലോയി കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഓക്കെ, ഇനി എന്തൊക്കെ കാരണം കൊണ്ടാണ്, വാട്ട് ആർ ദ മെയിൻ കോസസ് ഓഫ് ഓർഗനൈസേഷണൽ സ്ട്രെസ് വരാവുന്ന കോസസ്? അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഡിമാൻഡാണ്. ഡിമാൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എംപ്ലോയി ചെയ്യേണ്ട ജോലി, അവർ ചെയ്യുന്ന ജോലി അവർക്ക് എടുക്കുന്ന കപ്പാസിറ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ ക്യാൻ ബി കോൾഡ് ആസ് ഓവർലോഡിങ്. ജോബ് ഓവർലോഡിങ് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ഫാക്ടർ. ഓർഗനൈസേഷണൽ സ്ട്രെസ് വരുന്നതിൻ്റെ ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഓവർലോഡിങ് ഓഫ് വർക്കാണ്. ഒരാൾക്ക് ക്യാപ്പബിൾ ആയിട്ടുള്ള ജോലി ചെയ്യാൻ പറ്റാവുന്നതിലും കൂടുതൽ എമൗണ്ട് ഓഫ് വർക്ക് അയാൾക്ക് പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഓവർലോഡ് വരും. ഈ ഒരു ഓവർലോഡ് എന്ന് പറയുന്നത് സ്ട്രെസ്സിൽ ലീഡ് ചെയ്യാം. ദെൻ കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താ, എംപ്ലോയി ഇപ്പോൾ ഒരു എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ എംപ്ലോയ്മെൻറ്റ് ഏരിയാസിൽ വേണ്ട ഫ്രീഡം കിട്ടണം. അപ്പോൾ അവർക്ക് കൊടുക്കേണ്ട ഫ്രീഡം കൊടുക്കാതിരിക്കുകയും അറ്റ് ദ സെയിം ടൈം മോർ കൺട്രോൾ ഇമ്പോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഒരു ജോലിയും പെർഫോം ചെയ്യുന്നതിനുള്ളൊരു എന്തുണ്ടാവുന്നില്ല, ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു ചാൻസ് കിട്ടുന്നില്ല. അപ്പോൾ ഇതെന്ത് ചെയ്യും, ഇത് അവരുടെ സ്ട്രെസ്സ്, അവർക്ക് അവരുടെ ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു സ്ട്രെസ്സിലേക്ക് ലീഡ് ചെയ്യും. ഇത് ഓർഗനൈസേഷൻ ആസ് എ ഹോൾ എഫക്റ്റ് ചെയ്യുന്ന ഒരു സ്ട്രെസ്സാണ്. മോർ കൺട്രോള്, സുപ്പീരിയേഴ്സ് മോർ കൺട്രോള് ചെയ്യുന്നത് എന്നുള്ളത്. ദെൻ സപ്പോർട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ലാക്ക് ഓഫ് സപ്പോർട്ടാണ്. ഓരോ പോയിൻറ്റിനും കൺട്രോൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഹൈ കൺട്രോള്. സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ലാക്ക് ഓഫ് സപ്പോർട്ടാണ്. ലാക്ക് ഓഫ് സപ്പോർട്ട് എന്ന് പറയുന്നത് സുപ്പീരിയേഴ്സ് എംപ്ലോയീസിന് കൊടുക്കുന്ന സപ്പോർട്ട്. ഇപ്പോൾ നല്ല സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു മാനേജ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ എംപ്ലോയീസിന് അവരുടെ എല്ലാ പ്രോബ്ലംസും ഓപ്പണായിട്ട് ഷെയർ ചെയ്യാനുള്ളൊരു ഏരിയ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഒരു സപ്പോർട്ടീവ് അല്ലാത്ത മാനേജ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ എംപ്ലോയീസിന് അവരുടെ പ്രോബ്ലംസ് ഒരിക്കലും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതെന്ത് ചെയ്യും, മെൻ്റൽ സ്ട്രെസ്സിലേക്ക് ലീഡ് ചെയ്യും.
ദെൻ റിലേഷൻഷിപ്സ് ആണ് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ എംപ്ലോയി എംപ്ലോയർ തമ്മിലുള്ള റിലേഷൻഷിപ്സ്. ഇവിടെ ഗുഡ് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും, അവർ തമ്മിലൊരു മ്യൂച്വൽ ട്രസ്റ്റ് ഉണ്ടാകും, മ്യൂച്വൽ റെസ്പെക്റ്റ് ഉണ്ടാകും. അതുവഴി അവർക്ക് എന്ത് ചെയ്യാം, എംപ്ലോയീസിനോടുള്ള ബിഹേവിയർ പോസിറ്റീവായിട്ടായിരിക്കും, അവരോടുള്ള ഹറാസ്മെൻറ്റോ അല്ലെങ്കിൽ പണിഷ്മെൻറ്റ്സ് ഒക്കെ അവിടെ കുറവായിരിക്കും. ആൻഡ് അറ്റ് ദ സെയിം ടൈം എംപ്ലോയീസിനാണെങ്കിൽ തിരിച്ച് എംപ്ലോയേഴ്സിനോട് അവരുടെ സജഷൻസ് ആണെന്നുണ്ടെങ്കിലും കംപ്ലയിൻറ്റ്സ് ആണെന്നുണ്ടെങ്കിലും വർക്കിൽ എന്തെങ്കിലും ലാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തൊക്കെയാണ് അതൊക്കെ ഷെയർ ചെയ്യുന്നതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദർ ഇസ് എ ഗുഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ എംപ്ലോയർ ആൻഡ് ദ എംപ്ലോയീസ്. ദെൻ നെക്സ്റ്റ് റോൾ. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു വർക്ക് റോൾസ്. വർക്കർ ചെയ്യേണ്ട റോൾ എന്താണെന്നുള്ളത് ക്ലിയർലി ഇൻഡിക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ദെയർ എനർജി, അവർക്ക് അവരുടെ എനർജി കംപ്ലീറ്റ് യൂട്ടിലൈസ് ചെയ്യേണ്ടത് ഏത് ഏരിയാസിലാണെന്നുള്ളത് അവർക്ക് എന്തുണ്ടാകില്ല, ഒരു കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല. ഓക്കെ, അവരുടെ ജോലി പർപ്പസ്ഫുള്ളി അല്ലാതെയാണ് അവിടെ ചെയ്യുന്നത്. അപ്പം ഓർഗനൈസേഷണൽ ഗോൾ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കറക്റ്റ്ലി ഓരോരുത്തരും ചെയ്യേണ്ട ജോലി എന്താണ്, അതിൻ്റെ നീഡ് എന്താണ്, അതെങ്ങനെ ചെയ്യണം, ഇത്രയും കാര്യങ്ങൾ ക്ലിയർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കണം. വർക്ക് റോൾ റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സ്. ആൻഡ് ചേഞ്ച് എന്ന് പറയുന്നത് ഫ്രീക്വൻറ്റ് ചേഞ്ചസ് വരുന്ന സമയത്ത് എംപ്ലോയീസിന് ഒരു ലാക്ക് ഓഫ് ഇറ്റ് ഇസ് എ ഫോം ഓഫ് കൺഫ്യൂഷനാണ് ഉണ്ടാക്കുന്നത്. അവർക്ക് ഏത് ജോലി എപ്പോൾ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു കൺഫ്യൂഷനാണ്. അപ്പോൾ എംപ്ലോയർ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ സുപ്പീരിയേഴ്സ് എന്ത് ചെയ്യണം, ചേഞ്ചസ് വരുന്ന സമയത്ത് ടെക്നിക്കൽ ആകാം, ടെക്നോളജിക്കൽ ആകാം, അല്ലെങ്കിൽ ഫിസിക്കൽ എൻവയോൺമെൻറ്റിൽ വരുന്ന പ്രൊഡക്ഷൻ മെത്തേഡ്സിൽ വരുന്ന ചേഞ്ചസ് ആകാം. ഏത് തരം ചേഞ്ച് വരികയാണെന്നുണ്ടെങ്കിൽ അത് ക്ലിയർലി എംപ്ലോയീസിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കണം. ആ ചേഞ്ച് എങ്ങനെ കോപ്പപ്പ് ചെയ്യാം. ഇപ്പോൾ ടെക്നോളജിക്കൽ ചേഞ്ചസ് വരികയാണെങ്കിൽ അതിന് വേണ്ട ട്രെയിനിങ്സ് പ്രൊവൈഡ് ചെയ്യുക. ഇതുവഴിയൊക്കെ എന്ത് ചെയ്യാം, ഓർഗനൈസേഷണൽ സ്ട്രെസ്സ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ മെയിൻ കോസസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്: ഡിമാൻഡ്, ഹൈ കൺട്രോൾ, ലാക്ക് ഓഫ് സപ്പോർട്ട്, പുവർ റിലേഷൻഷിപ്സ് ആൻഡ് കൺഫ്യൂഷൻ എമംഗ് ദ വർക്ക് റോൾ ആൻഡ് ചേഞ്ച്. ഇത്രയും കാര്യങ്ങളാണ് ഓർഗനൈസേഷണൽ സ്ട്രെസ്സിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന റീസൺസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ്, വാട്ട് ഈസ് സ്ട്രെസ് മാനേജ്മെൻറ്റ്. ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം ജോബ് സ്ട്രെസ് എന്താണെന്ന് പറഞ്ഞു, ഓർഗനൈസേഷണൽ സ്ട്രെസ് എന്താണ്, അതിൻ്റെ കോസസ് എന്താണെന്നൊക്കെ പറഞ്ഞു. ഇനി ഹൗ ഇറ്റ് ക്യാൻ ബി മാനേജ്ഡ്, അതാണ് സ്ട്രെസ് മാനേജ്മെൻറ്റിൽ പറയുന്നത്. മാനേജ്മെൻറ്റ് ഓഫ് സ്ട്രെസ് ഇൻ ആൻ ഓർഗനൈസേഷനാണ് സ്ട്രെസ് മാനേജ്മെൻറ്റിൽ ഡിസ്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രെസ് മാനേജ്മെൻറ്റ് ഈസ് എ വൈഡ് സ്പെക്ട്രം ഓഫ് ടെക്നിക്കൽ ആൻഡ് psychotherapies aimed at controlling person's level of stress, especially chronic stress, usually for the purpose of and for the motive of improving everyday functioning. അപ്പോൾ ഒരു കമ്പനി അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ ഓരോ എംപ്ലോയീസിനെ ഇമ്പ്രൂവ് ചെയ്യണം. അവരാണ് കോർ ടു ദ ബിസിനസ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് എംപ്ലോയീസാണ്. അപ്പോൾ എംപ്ലോയീസിനെ ഇമ്പ്രൂവ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഓർഗനൈസേഷൻ്റെ എവറിഡേ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിനെന്ത് വേണം, എംപ്ലോയീസിൻ്റെ പേഴ്സണൽ സ്ട്രെസ്സ് റിലീഫിന് വേണ്ടിയിട്ടുള്ള എല്ലാ മെത്തേഡ്സും മാനേജ്മെൻറ്റ് ഫേസ് ചെയ്യണം, ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ട ടെക്നിക്സാണ് സ്ട്രെസ് മാനേജ്മെൻറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെ എംപ്ലോയീസിൻ്റെ പേഴ്സണൽ ലെവൽ ഓഫ് സ്ട്രെസ്സ് കൺട്രോൾ ചെയ്യാം, റെഡ്യൂസ് ചെയ്യാം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. സ്ട്രെസ് റിലീഫിന് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. മെയിനായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെഡിറ്റേഷൻസ് ഒരു മെത്തേഡാണ്. നമ്മുടെ സ്ട്രെസ്സ് നമ്മൾ വർക്ക് റിലേറ്റഡ് ആണെങ്കിലും പേഴ്സണൽ ലൈഫിൽ വരുന്ന സ്ട്രെസ് ആണെന്നുണ്ടെങ്കിലും സ്ട്രെസ് റിലീഫിന് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് മെഡിറ്റേഷനാണ്. മെഡിറ്റേഷൻ അല്ലെങ്കിൽ യോഗ. പിന്നെ എന്തൊക്കെ മെഷേഴ്സ് എടുക്കാം, എക്സസൈസ്, പ്രോപ്പർ ടൈമിൽ ഈറ്റിംഗ്, അഡിക്വേറ്റ് സ്ലീപ്പ്, വേണ്ടത്ര ഉറക്കം, ആൻഡ് നമ്മളുടെ ബാഡ് ഹാബിറ്റ്സ്, ഇപ്പോൾ ആൽക്കഹോളിസം ആണെന്നുണ്ടെങ്കിലും സ്മോക്കിംഗ് ആണെങ്കിലും ഒക്കെ അവോയ്ഡ് ചെയ്യാനൊക്കെ ഉള്ളത് സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സ്ട്രെസ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്സാണ്. ആൻഡ് അതുകൂടാതെ ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ മെത്തേഡ്സൊക്കെ യൂസ് ചെയ്തുകൊണ്ട് സ്ട്രെസ് മാനേജ്മെൻറ്റ് നടത്താവുന്നതാണ്.
അപ്പോൾ അതിന് വേണ്ട ടെക്നിക്സ് ഏതൊക്കെയാണെന്നാണ് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. പോയിൻ്റ് വൈസ് പഠിച്ചു വെച്ചാൽ മതി ഈ ഒരു സ്ട്രെസ് മാനേജ്മെൻറ്റ് ടെക്നിക്സ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ, സെറ്റ് റിയലിസ്റ്റിക് ഗോൾസ് ആൻഡ് പ്രയോറിറ്റീസ്. റിയലിസ്റ്റിക് ഗോൾസ് എന്ന് പറയുന്നത് എന്താ? ഓർഗനൈസേഷൻ അച്ചീവ് ചെയ്യുന്ന ഗോൾസ്. ഇറ്റ് ഷുഡ് ബി റിയലിസ്റ്റിക് ഇൻ നേച്ചർ. അതായത് ഒരാൾക്ക് അച്ചീവ് ചെയ്യുന്നതിലും കൂടുതൽ ഗോൾസ് ഒന്നും ഒരാൾക്ക് പ്രൊവൈഡ് ചെയ്യരുത്. നമ്മൾക്ക് എന്താണോ അച്ചീവ് ചെയ്യാൻ പറ്റുക ആ ഒരു ഗോളായിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് മസ്റ്റ് ബി റിയലിസ്റ്റിക് ഇൻ നേച്ചർ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഗോൾ സെറ്റ് ചെയ്താൽ മാത്രം പോരാ, അത് ക്ലിയർലി എംപ്ലോയീസിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുകയും കൂടി വേണം. എന്തിനു വേണ്ടിയിട്ടാണ്, വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് അവർ വർക്ക് എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുകയും കൂടെ വേണം എംപ്ലോയേഴ്സ്. ഓക്കെ, ദ നെക്സ്റ്റ്, എൻകറേജ് ഗുഡ് ടൈം മാനേജ്മെൻറ്റ് ടെക്നിക്. ടൈം മാനേജ്മെൻറ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? അൺനെസസറി ആയിട്ടുള്ള ടൈംസ് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ടൈം മാനേജ്മെൻറ്റ് ടെക്നിക്സ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഒരാൾ അപ്പോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് വേണ്ട എന്താ പറയുക, ഏത് ടൈം ഓർഗനൈസേഷനിൽ എൻ്റർ ചെയ്യണം, എപ്പോൾ ലീവ് ചെയ്യാം, എത്ര ഫ്രീ ഹവേഴ്സ് ഉണ്ട്, ആൻഡ് ആ ഫ്രീ ഹവേഴ്സ് എപ്പോഴൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചിട്ടൊരു പ്രോപ്പർ ടൈം മാനേജ്മെൻറ്റ് ടെക്നിക്സ് ഡെവലപ്പ് ചെയ്യാം. ദെൻ ഷോർട്ട് ബ്രേക്സ് ആഫ്റ്റർ സ്ട്രെസ്ഫുൾ ഇവൻറ്റ്. ഇപ്പോൾ ഒരു കംപ്ലീറ്റ് ഡേ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ജോബ് കൊടുക്കുന്നതിന് പകരം ടൈം ഇൻ്റർവെൽസ് പ്രൊവൈഡ് ചെയ്യുക. ഇപ്പോൾ ഒരു ഹാഫ് ഡേ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു ജോബാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഹാഫ് ഡേ ഫ്രീ കൊടുക്കുക, അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ബ്രേക്സ് കൊടുക്കാം. അങ്ങനെ കംപ്ലീറ്റ് സ്ട്രെസ്സ് പ്രൊവൈഡ് ചെയ്യുന്നതിന് പകരം ബ്രേക്സ് കൊടുത്തുകൊണ്ട് ജോബിൻ്റെ ടൈം മാനേജ് ചെയ്യുക. ദെൻ ടേക്ക് റെസ്പോൺസിബിലിറ്റി. ഇപ്പോൾ ഒരു ജോലി ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് കമ്പനിക്ക് മാത്രം കൊടുക്കുന്നതിന് പകരം ജോലി ചെയ്യുന്ന വർക്കർ ആരാണോ അവർക്ക് കൂടെ ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കുന്നതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുക. ദെൻ എംപ്ലോയീസ് എന്ത് ചെയ്യും, അവരവരുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് അറിയുമ്പോൾ കൂടുതൽ എന്താ പറയുക, ഹോണസ്റ്റ്ലി ആ ഒരു ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കും. ഓക്കെ, ദെൻ സെറ്റപ്പ് എംപ്ലോയി റെക്കഗ്നിഷൻ പ്രോഗ്രാംസ്. എംപ്ലോയി റെക്കഗ്നിഷൻ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ എന്താ? എംപ്ലോയീസിന് നമ്മളുടെ മാനേജ്മെൻറ്റിലൊരു ഫ്രീഡം കൊടുക്കുക, അല്ലെങ്കിൽ അവർക്കും കൂടെ ഒരു പാർട്ടിസിപ്പേഷൻ കൊടുക്കുക. അപ്പോൾ എംപ്ലോയി പാർട്ടിസിപ്പേഷൻ ഇൻ ഡിസിഷൻ മേക്കിംഗ് കേട്ടിട്ടുണ്ടാകും. എംപ്ലോയീസിന് അവരുടെ ഐഡിയാസ്, ഫീലിങ്സ് ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്നതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുക, ഒരു ചാൻസ് കൊടുക്കുക. ആൻഡ് അവരുടെ ഐഡിയാസ് അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മാറ്റേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അതിനെ കൂടെ ഡിസിഷൻ മേക്കിങ്ങിലേക്ക് കൺസിഡർ ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, എംപ്ലോയീസിന് ഓർഗനൈസേഷന് അല്ലെങ്കിൽ എംപ്ലോയേഴ്സിനോടുള്ളൊരു ഫീൽ ഓഫ് കമ്മിറ്റ്മെൻറ്റ് കൂടുന്നതിനുള്ള റീസൺ ആകും. ഇതെന്ത് ചെയ്യും, അവരുടെ ടോട്ടൽ ഓർഗനൈസേഷണൽ സ്ട്രെസ്സ് കുറച്ചിട്ട് ഓർഗനൈസേഷനോടൊരു കമ്മിറ്റ്മെൻറ്റ് ലെവൽ കൂട്ടുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഗിവ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് അവർക്ക് വേണ്ട മോട്ടിവേഷൻ അല്ലെങ്കിൽ ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡ് ചെയ്യുകയാണ്. റീഇൻഫോഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു തവണ ചെയ്ത കാര്യം വീണ്ടും ചെയ്യാനുള്ള മോട്ടിവേഷൻ കൊടുക്കുക. അപ്പോൾ അത് എപ്പോഴും ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും ചെയ്യണമെന്ന് എംപ്ലോയീസിന് തോന്നുന്നത് എപ്പോഴാണ്? അവർക്ക് പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ചിലപ്പം വേർബലി കൊടുക്കുന്നതാകാം, അല്ലെങ്കിൽ നോൺ വേർബലി ഇൻസെൻറ്റീവ്സ് ആയിട്ടോ അല്ലെങ്കിൽ അപ്രിസിയേഷൻ ആയിട്ടോ ഒക്കെ കൊടുക്കാം. അങ്ങനെ പോസിറ്റീവ് ഫീഡ്ബാക്ക് വരുന്ന സമയത്താണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റും വരുന്നത്. അതെപ്പോൾ എംപ്ലോയർ അല്ലെങ്കിൽ സുപ്പീരിയർ എംപ്ലോയീസ് തമ്മിലുള്ള ഒരു ഗുഡ് റിലേഷൻസ് വരുന്ന സമയത്താണ് ഈ ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് വരുന്നത്. ഓക്കെ, ദെൻ പ്രൊവൈഡ് എ സിമ്പത്തറ്റിക് ഇയർ മീൻസ് എന്താണ് എംപ്ലോയീസിന് പറയാനുള്ളതെന്നുള്ളത് എംപ്ലോയർ കേൾക്കണം. ഓക്കെ, സിമ്പത്തറ്റിക് ഇയർ എന്ന് പറഞ്ഞാൽ അവരുടെ ഫീലിങ്സ് എന്തൊക്കെയാണെന്നുള്ളത് എംപ്ലോയർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയണം. അങ്ങനെ എംപ്ലോയർ അത് കേൾക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ലേണിംഗ് അല്ലെങ്കിൽ ലിസണിങ് കപ്പാസിറ്റി ആവശ്യമാണ്. അതൊരു സ്കില്ലാണ് ലിസണിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ആക്ച്വലി. അപ്പോൾ ഒരു ലിസണിങ് കപ്പാസിറ്റി ഉള്ള എംപ്ലോയർ ആണെന്നുണ്ടെങ്കിൽ ഈ ഷുഡ് ബി ഇൻ സിമ്പത്തറ്റിക്. എന്താണ് എംപ്ലോയീസിൻ്റെ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ദെൻ മീറ്റിംഗ് വിത്ത് സൂപ്പർവൈസർ എന്ന് പറയുന്നത് ആരാണ്?
എംപ്ലോയീസിനെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യുന്ന പേഴ്സണാണ്. റെഗുലർ സൂപ്പർവൈസേഴ്സുമായിട്ട് റെഗുലർ മീറ്റിങ്സിൽ അല്ലെങ്കിൽ അവരുമായിട്ട് ഒരു പേഴ്സണൽ ടോക്സ് വരുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യാം, എംപ്ലോയീസിന് അവരുടെ പ്രോബ്ലംസൊക്കെ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഏരിയ ആയിട്ട് അതിനെ യൂസ് ചെയ്യാൻ പറ്റും. ദെൻ മാനേജ് ടൈം വെൽ. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു എംപ്ലോയിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് തൊട്ട് അവർ ഓർഗനൈസേഷൻ ലീവ് ചെയ്യുന്നത് വരെയുള്ള എല്ലാ ടൈം അത് പ്രോപ്പർലി മാനേജ് ചെയ്യാം. വർക്ക് ഷെഡ്യൂൾസ് ആണെന്നുണ്ടെങ്കിലും അതല്ലാതെ ഫ്രീ ഹവേഴ്സ് ആണെങ്കിലും ഷെഡ്യൂൾ ചെയ്യുക. ദെൻ നെക്സ്റ്റ് അൺപ്ലഗ് ആണ്. അൺപ്ലഗ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് എംപ്ലോയീസിന് വർക്ക് റിലേഷൻസിൽ അല്ലെങ്കിൽ ഫ്രീ ടൈം കിട്ടുമ്പം ഇപ്പോൾ ന്യൂ ഫെസിലിറ്റീസ്, ഇപ്പോൾ ഇൻ്റർനെറ്റ് ആണെന്നുണ്ടെങ്കിലും ഫോൺ ആണെന്നുണ്ടെങ്കിലും അവർക്ക് വേണ്ട ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ അതുവഴി അവർക്ക് ഒരു ഓർഗനൈസേഷനിൽ ഉള്ള ആൾക്കാർ കൂടാതെ പുറമെയുള്ള ആൾക്കാരായിട്ട് കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനുള്ളൊരു ചാൻസ് കിട്ടുകയാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം അവർ എംപ്ലോയീസ് ശ്രദ്ധിക്കേണ്ടത് ഓർഗനൈസേഷണൽ കമ്മ്യൂണിക്കേഷൻസിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന രീതിയിലായിരിക്കരുത് ഔട്ട്സൈഡ് വേൾഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. ദെൻ ലാസ്റ്റ് വൺ, നോ വെൻ ടു ക്വിറ്റ്. അതായത് ഇപ്പോൾ ഒരു ഓർഗനൈസേഷണൽ സ്ട്രെസ്സ് വരുമ്പോൾ അവിടുത്തെ മെയിൻ റീസൺ എംപ്ലോയീസ് ആണോ അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റിൽ വരുന്ന പോളിസീസിൽ വരുന്ന ചേഞ്ചസ് ആണോ, എംപ്ലോയറുടെ പാർട്ടിലാണോ അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ പാർട്ടിലാണോ പ്രോബ്ലംസ് ഉള്ളത് എന്നുള്ളത് നമ്മൾ കറക്റ്റ്ലി ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് സ്ട്രെസ് മാനേജ്മെൻറ്റ് ടെക്നിക്സ് ആണ്. എങ്ങനെയൊക്കെ നമുക്ക് സ്ട്രെസ് മാനേജ് ചെയ്യാം അല്ലെങ്കിൽ സ്ട്രെസ് എങ്ങനെയൊക്കെ റെഡ്യൂസ് ചെയ്യാം എന്നുള്ളതിനുള്ള ടെക്നിക്സ് ആയിട്ടാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് കൗൺസിലിംഗ് ആണ്. കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മെയിൻ മെത്തേഡ് യൂസ്ഡ് ഇൻ ഓർഗനൈസേഷൻ. എവറി ഓർഗനൈസേഷൻ ദർ ഈസ് എ കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇപ്പോൾ ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന് അല്ലെങ്കിൽ വർക്കേഴ്സിന് വരുന്ന എല്ലാ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണെന്നുണ്ടെങ്കിലും ഏരിയാസ് ആണെങ്കിലും സ്റ്റഡി ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അവർക്ക് വേണ്ട ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് അവർക്ക് വേണ്ട അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാകും. ഇപ്പോൾ സ്കൂൾസിലാണെന്നുണ്ടെങ്കിൽ ഉണ്ടാകും, അല്ലെങ്കിൽ ഏതൊരു ഗ്രൂപ്പിലാണെന്നുണ്ടെങ്കിലും ഒരു കൗൺസിലേഴ്സ് ഉണ്ടാകും. കൗൺസിലർ എന്ന് പറയുന്നത് ആരാ? മേ ബി ഇതൊരു പ്രൊഫഷണൽ ഒരു അതോറിറ്റി ഉള്ളൊരു പേഴ്സണോ അല്ലെങ്കിൽ കേപ്പബിലിറ്റി ഉള്ളൊരു പേഴ്സണോ അല്ല. നമ്മളുടെ ഒരു ഗ്രൂപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കൂടെ തന്നെ ഉണ്ടാകും ഒരു കൗൺസിലർ എന്ന് പറയുന്നത്. അപ്പോൾ കൗൺസിലർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എ പേഴ്സൺ ഹാവിങ് കൗൺസിലിംഗ് കപ്പാസിറ്റിയാണ്. ഓക്കെ, കൗൺസിലിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താ? ഈസ് നോട്ട് എ പ്രോബ്ലം സോൾവർ, but he give assistance or guidance relating to particular areas or related to particular problems. Okay, so the provision of professional assistance and guidance in resolving personal or psychological problems is known as counseling എന്ന് പറയുന്നത്. And the person who resolved the problem is called counselor. Then counseling is to give advice, to warn about or to instruct a person. ഒരു പേഴ്സണിനെ കുറിച്ചിട്ട് അഡ്വൈസ് കൊടുക്കുന്നതോ അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യുന്നതിൽ നിന്ന് വാൺ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇൻസ്ട്രക്റ്റ് ചെയ്യുന്നതോ ആണ് കൗൺസിലർ എന്ന് പറയുന്നത്. ആൻഡ് ഹി ഈസ് നോട്ട് എ പ്രോബ്ലം സോൾവർ. ഒരു എന്താ പറയുക, രണ്ട് പേഴ്സൺസ് തമ്മിലുള്ള ഒരു പ്രശ്നം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ല കൗൺസിലർ, അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് കൗൺസിലർ. ദെൻ ഫീച്ചേഴ്സ്. കൗൺസിലിങ്ങിൻ്റെ ഫീച്ചേഴ്സിൽ ഫസ്റ്റ്, സ്ട്രാറ്റജി ടു ഡെവലപ്പ് പേഴ്സണൽ പ്ലാൻ ഫോർ ലൈഫ്. നമ്മളുടെ പേഴ്സണൽ ലൈഫിനേക്ക് വേണ്ട ഒരു പ്ലാനാണ് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. നോട്ട് ഫോർ ദ വർക്ക് റിലേറ്റഡ് മാറ്റേഴ്സ് എലോൺ, പേഴ്സണൽ റിലേറ്റഡ് ലൈഫിലേക്കും കൂടിയാണ് ഇവിടെ ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്നത്. ദെൻ മേക്കിംഗ് ഫങ്ഷണൽ ഡിസിഷൻസ്. ഫങ്ഷണൽ ഡിസിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഏരിയാസിൽ വേണ്ട ഡിസിഷൻസ് എന്താണെന്നുള്ളത് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൗൺസിലർ ഹെൽപ്പ് ചെയ്യുന്നത്. ദെൻ ഗ്രാജുവൽ റിലീഫ് ഫ്രം ഇമോഷണൽ സ്ട്രെസ്. നമ്മൾക്ക് നേരത്തെ പറഞ്ഞു സ്ട്രെസ് എന്ന് പറയുന്നത് ഒരുപാട് ടൈപ്സ് ഓഫ് സ്ട്രെസ് ഉണ്ട്. ഇതിൽ ഇമോഷണൽ ഡിസ്ട്രെസ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ മെൻ്റൽ സ്ട്രെസ് വരുന്ന സമയത്തൊക്കെ അതിൽ നിന്ന് നമ്മൾ റിലീഫ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പേഴ്സണാണ് ഈ ഒരു കൗൺസിലർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കൗൺസിലിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു റിലീഫിനെയാണ് കൗൺസിലിംഗ് ആക്ടിവിറ്റീൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്.
നമുക്ക് നമ്മളുടെ ഒരു ഫ്രണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് പറയാൻ പറ്റും. അപ്പം നമുക്ക് കിട്ടുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് റിലീഫ് എന്ന് പറയുന്നത് നമ്മളുടെ മെൻ്റൽ ഡിസ്ട്രെസ്സിൽ നിന്ന് കിട്ടുന്ന ആ ഒരു റിലീഫിനെയാണ് ഉദ്ദേശിക്കുന്നത്. ലൈക്ക്വൈസ് ഒരു ഫ്രണ്ട് പോലെ തന്നെയാണ് കൗൺസിലറും ആക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഡെവലപ്പ് സെൽഫ് അഷ്വറൻസ്. സെൽഫ് അഷ്വറൻസ് മീൻസ് കൗൺസിലർ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ക്യാപ്പബിലിറ്റി ഇല്ലാത്തൊരു പേഴ്സൺ ഒരിക്കലും കൗൺസിലർ ആവാൻ പറ്റുന്നില്ല. സെൽഫ് അഷ്വറൻസ് ഉള്ളൊരു പേഴ്സൺ മാത്രമേ ഉള്ളൂ ഒരു കൗൺസിലറായിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഡ്രൈവ് അവേ ഫിയേഴ്സ്. നമ്മളുടെ ഉള്ളിലുള്ള ഭയം അല്ലെങ്കിൽ നമ്മളുടെ ഫിയേഴ്സ് അതിൽ നിന്ന് നമ്മളെ പുറത്തു കൊണ്ടുവരുന്നത് അത് കൗൺസിലറുടെ ഒരു ആക്റ്റാണ് അല്ലെങ്കിൽ ഒരു ഫങ്ഷനാണ്. ഓക്കെ, ഇനി എലമെൻറ്റ്സ് ഓഫ് കൗൺസിലിംഗ് ആണ്. അത് ജസ്റ്റ് പോയിൻ്റ് വൈസ് നോക്കി വെക്കാം. ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സിമ്പതി ആൻഡ് സപ്പോർട്ട്. എന്താണ്, ഒരു കൗൺസിലർ ആവുന്ന സമയത്ത് അയാൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു എബിലിറ്റി എന്ന് പറയുന്നത് സിമ്പതിയാണ്. അതായത് മറ്റുള്ളവരുടെ വ്യൂ പോയിൻറ്റിലൂടെ നോക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി. ദെൻ സപ്പോർട്ടീവ് ആയിരിക്കണം, ഈ ഷുഡ് ബി സപ്പോർട്ടീവ്. ദെൻ റിസ്ക് അസസ്മെൻറ്റ് ആൻഡ് പ്ലാനിങ് ടു റെഡ്യൂസ് ദ റിസ്ക്. ഒരാൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്താണ് അല്ലെങ്കിൽ റിസ്ക് എന്താണെന്നുള്ളത് അസസ് ചെയ്യുക ആൻഡ് അതെങ്ങനെ റിഡ്യൂസ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് ഒരു ഗൈഡൻസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എത്രത്തോളം പ്രോബ്ലം അല്ലെങ്കിൽ ഡിഫിക്കൽട്ടി ഒരാൾ ഫേസ് ചെയ്യുന്നതെന്നുള്ളത് അസസ് ചെയ്യുക, റിസ്ക് എത്രത്തോളമാണെന്നുള്ളത് അസസ് ചെയ്യുന്നതും ഈ ഒരു കൗൺസിലറുടെ ഫങ്ഷനാണ്. ദെൻ കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ലൈഫ്. നേരത്തെ പറഞ്ഞു, ഇറ്റ് ഈസ് നോട്ട് റിലേറ്റഡ് ടു ദ വർക്ക് റിലേറ്റഡ് മാറ്റേഴ്സ് അലോൺ. നമ്മളുടെ പേഴ്സണൽ ലൈഫിലേക്ക് വേണ്ട ഗൈഡൻസ് ആൻഡ് അസിസ്റ്റൻസ് ആണ് കൗൺസിലർ പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ റെഫറൽ. നമുക്ക് വേണ്ട ഒരു റെഫറൽ ഏരിയ ആയിട്ട് ഈ ഒരു കൗൺസിലറിനെ ഹെൽപ്പ് ചെയ്യാവുന്നതാണ്. നമുക്ക് എന്ത് കാര്യം വേണമെങ്കിലും ഈ ഒരു കൗൺസിലർ അല്ലെങ്കിൽ കൗൺസിലിംഗ് പ്രോസസ്സ് വഴി റെഫർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടൈപ്സ് ഓഫ് കൗൺസിലിംഗ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൗൺസിലിംഗ് ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ അതിൽ 5 കൗൺസിലിംഗ് ടൈപ്സാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇൻഡിവിജ്വൽ, ഗ്രൂപ്പ്, ഫാമിലി, കപ്പിൾസ് ആൻഡ് ക്രൈസിസ് കൗൺസിലിംഗ്. അപ്പോൾ അതിൽ ഫസ്റ്റാണ് ഇൻഡിവിജ്വൽ കൗൺസിലിംഗ്. ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ആസ് ദ നെയിം സജസ്റ്റ് ഇറ്റ്സ് എ 1-to-1 മീറ്റിംഗ് വിത്ത് ദ കൗൺസിലർ ആൻഡ് ഇറ്റ് ടേക്ക് പ്ലേസ് ഇൻ ദ കൗൺസിലേഴ്സ് ഓഫീസ്. അപ്രോപ്രിയേറ്റ് പേഴ്സണൽ പ്രോബ്ലം. ഇപ്പോൾ നമ്മളുടെ ഒരാളുടെ പേഴ്സണൽ പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്ത് അതിന് വേണ്ട ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ കൗൺസിലർ ദ പ്രോബ്ലം ഉള്ള പേഴ്സണായിട്ട് 1-to-1 അല്ലെങ്കിൽ ഫേസ്-ടു-ഫേസ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാണ്. ആൻഡ് ഓൾ ദ പ്രോബ്ലംസ് റിലേറ്റിംഗ് ടു ദ പ്രോബ്ലം എന്ത് ചെയ്യാണ് ഈ ഒരു പേഴ്സൺ അല്ലെങ്കിൽ വർക്കർ ഡിസ്ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ പേഴ്സണൽ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുന്നതിനും അത് എലിമിനേറ്റ് ചെയ്യുന്നതിനും വേണ്ടുള്ള എല്ലാ അപ്രോപ്രിയേറ്റ് ഗൈഡൻസ് ആൻഡ് അസിസ്റ്റൻസ് കൗൺസിലർ പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഗ്രൂപ്പ് കൗൺസിലിംഗ് ഉണ്ട്. നെയിമിൽ തന്നെ അറിയാം, ഗ്രൂപ്പായിട്ട്. ഇപ്പോൾ ഒരു സിമിലിയർ പ്രോബ്ലം ഫേസ് ചെയ്യുന്ന 2 or more പേഴ്സൺസ് ചേർന്നിട്ടാണ് ഗ്രൂപ്പ് കൗൺസിലിംഗ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഡെവലപ്പ് ആയിട്ടുള്ളത്. ഗ്രൂപ്പ് ഡിസ്കസസ് ഇഷ്യൂസ് ടു വിച്ച് all group members can relate and from which they can learn. അപ്പോൾ ഒരു സിമിലിയർ പ്രോബ്ലം ഫേസ് ചെയ്യുന്ന പേഴ്സൺ അല്ലെങ്കിൽ 2 or more പേഴ്സൺസ് അവരൊരു ഗ്രൂപ്പായിട്ട് ഫോം ചെയ്യുന്നു ആൻഡ് അവരുടെ എല്ലാവരുടെയും സിമിലിയർ നേച്ചർ ഓഫ് പ്രോബ്ലം ആ ഒരു ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് ഐഡൻറ്റിഫൈ ചെയ്യാം, നമ്മളുടെ പ്രോബ്ലം പോലെ തന്നെ സിമിലർ കൈൻഡ് ഓഫ് പ്രോബ്ലം ഫേസ് ചെയ്യുന്ന ഒരാൾ അതിനെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അത് നമുക്ക് അഡോപ്റ്റ് ചെയ്യാമെങ്കിൽ അത് അഡോപ്റ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ സിമിലർ നേച്ചർ ഓഫ് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസാണ് ഗ്രൂപ്പ് കൗൺസിലിങ്ങിൽ വരുന്നത്. ഇവിടെ ഒരു സെപ്പറേറ്റ് കൗൺസിലർ അല്ല ഉള്ളത്, ഓരോ മെമ്പേഴ്സും അറ്റ് ദ സെയിം ടൈം കൗൺസിലറായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, പീപ്പിൾ ജോയിൻ ഇൻ എ ഗ്രൂപ്പ് ആൻഡ് ഡിസ്കസ് ദിയർ പ്രോബ്ലംസ് ടുഗെദർ ആൻഡ് ദ കൗൺസിലർ ഗൈഡ് ദ സെഷൻ. ഓക്കെ, അപ്പം ഒരു മെയിൻ കൗൺസിലർ ഉണ്ടാകും, അതുകൂടാതെ ഓരോ മെമ്പേഴ്സും ഓരോ കൗൺസിലറായിട്ട് തന്നെയാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്.
നെക്സ്റ്റ് ഫാമിലി കൗൺസിലിംഗ് ആണ്. ഫാമിലി കൗൺസിലിംഗ് മീൻസ് ഒരു ഫാമിലിയിൽ നമുക്ക് വരുന്ന പ്രോബ്ലംസ് ഒരു ഫാമിലിയിൽ നമ്മളുടെ ഫാമിലിയിൽ ഡിസ്ക്ലോസ് ചെയ്യുന്ന സമയത്ത് അവിടെ അതോറിറ്റിയിലുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫാമിലി എടുക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഏജ്ഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് നമുക്ക് വേണ്ട കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈക്ക് വൈസ് ഫാമിലി കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരു ഫാമിലി മെമ്പേഴ്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫാമിലി കൗൺസിലിംഗ് ആണ്. ഓക്കെ, നമ്മുടെ ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പേഴ്സാണ് ഈ ഒരു ഫാമിലി കൗൺസിലിങ്ങിലുള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദ ഫാമിലി കൗൺസിലർ വിൽ ഹെൽപ്പ് ദ ഫാമിലി ടു ലുക്ക് അറ്റ് ദ സിറ്റുവേഷൻ ഫ്രം എ ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ് ആൻഡ് ഇറ്റ് ഹെൽപ്പ് ടു സോൾവ് ഇഷ്യൂസ് എമംഗ് ഈച്ച് അതർ. ഫാമിലിയിലെ ഇമ്മീഡിയറ്റ് ഫാമിലിയിൽ വരുന്ന ഓരോ മെമ്പേഴ്സിൻ്റെയും പ്രോബ്ലംസ് എന്താണെന്ന് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫാമിലി കൗൺസിലിംഗ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇവിടെ ഫാമിലി കൗൺസിലർ ഓരോ പ്രോബ്ലംസിനെയും എന്ത് ചെയ്യുന്നുണ്ട്, അനലൈസ് ചെയ്തതിന് ശേഷം അതിന് വേണ്ട കൗൺസിലിംഗ് ടെക്നിക്സ് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബിക്കോസ് ഓരോരുത്തരുടെയും പ്രോബ്ലംസ് ഓരോ ഏരിയാസിലായിരിക്കും. അപ്പോൾ ഓരോ ഏരിയാസിലും വേണ്ട ടെക്നിക്സും ഡിഫറെൻ്റ് ആയിരിക്കും. ദെൻ നെക്സ്റ്റ് കപ്പിൾസ് കൗൺസിലിംഗ് ആണ്. കപ്പിൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്, 2 പേഴ്സൺ ആണ്. ആൻഡ് ദ കപ്പിൾസ് ഇപ്പോൾ സ്പൗസസിന് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, വൈഫ് ആൻഡ് ഹസ്ബൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടുപേർക്കും ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഐഡൻറ്റിഫൈഡ് ആയിരിക്കും, അണ്ടർസ്റ്റാൻഡ് ആയിരിക്കും. അപ്പോൾ അവർക്ക് ഡിസിഷൻസ് എടുക്കുന്നതിന് അല്ലെങ്കിൽ കൗൺസിൽ ചെയ്യുന്നതിനോ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിനോ കൂടുതൽ ഈസി ആയിരിക്കും. കാരണം ഒരുപാട് കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡിങ് ഉള്ളവരാണ് സ്പൗസസ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, രണ്ടുപേരുടെയും പ്രോബ്ലംസ് എന്താണ്, രണ്ടുപേരുടെയും വീക്ക് പോയിൻറ്റ്സ് ഏതൊക്കെയാണ്, ഏത് ഏരിയാസിലാണ് കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് കംപ്ലീറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ സ്യൂട്ടബിളായിട്ടുള്ള മെഷേഴ്സ്, കൗൺസിലിംഗ് മെഷേഴ്സ് അഡോപ്റ്റ് ചെയ്യുന്നതിന് പറ്റുന്നുണ്ട്. ദെൻ ക്രൈസിസ് കൗൺസിലിംഗ്. ക്രൈസിസ് എപ്പോഴാണ് വരുന്നത്, ഒരു എമർജൻസി സിറ്റുവേഷനിലാണ് ക്രൈസിസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷൻ വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഒരാൾ ഇതിന് ഇൻ്റർവെൻ ചെയ്തുകൊണ്ട് അതിന് വേണ്ട ഡിസിഷൻസ് പ്രൊവൈഡ് ചെയ്യണം. ആൻഡ് ഹീ ഈസ് നോൺ ആസ് ദ ക്രൈസിസ് കൗൺസിലർ. ഇതിന് നമുക്കൊരു കൗൺസിലിംഗ് ഏജൻസീനെ ഒന്ന് അപ്രോച്ച് ചെയ്യുന്നതിന് വേണ്ട ടൈം ഉണ്ടാവില്ല. ഈ ഒരു ക്രൈസിസ് സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന സമയത്ത് ആരാണോ നമ്മളുടെ കൂടെ ഉള്ളത് അവരെ അതിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന, അഡ്വൈസ് ചെയ്യാൻ പറ്റുന്ന അയാളെ, ആ ഒരു പേഴ്സണെയാണ് ക്രൈസിസ് കൗൺസിലർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ടൈപ്സ് ഓഫ് കൗൺസിലിങ്ങിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി ടെക്സ്റ്റിലില്ലാത്ത 2 ഏരിയാസ് കൂടെ ഉണ്ട്, എന്നാൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്ന ഏരിയാസാണ്. ഫസ്റ്റ് വൺ കൗൺസിലിംഗ് സ്കിൽസ് ആണ്. ഓക്കെ, സ്കിൽസ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഐഡൻറ്റിഫൈ. ഇപ്പോൾ നമ്മൾ ലീഡർ ആണെന്നുണ്ടെങ്കിലും മോട്ടിവേറ്റർ ആണെന്നുണ്ടെങ്കിലും മാനേജർ ആണെങ്കിലൊക്കെ സ്കിൽസ് പഠിച്ചിട്ടുണ്ടാകും ഒരാൾ പൊസസ് ചെയ്യുന്ന സ്കിൽസ്. അപ്പോൾ അതുപോലെ ഒരു കൗൺസിലർ ആവണമെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട സ്കിൽസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ട് സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. ഫസ്റ്റ് വൺ ലിസണിങ് ഓർ ഒബ്സർവിങ്. നമുക്കൊരാളെ ലിസൺ ചെയ്യാനുള്ള ഒരു എബിലിറ്റി അല്ലെങ്കിൽ ഒരു സ്കിൽ വേണം. എന്നിൽ മാത്രമേ ഉള്ളൂ എംപ്ലോയീസ് ആണെന്നുണ്ടെങ്കിലും ഏത് പേഴ്സൺ ആണെങ്കിലും അവരുടെ പ്രോബ്ലം എന്താണെന്ന് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയാം. സോ യു ഷുഡ് ഹാവ് ദ എബിലിറ്റി ഓഫ് ലിസണിങ് ഓർ ഒബ്സർവിങ്. ചില കാര്യങ്ങൾ നമ്മൾ ലിസൺ ചെയ്താലാണ് നമുക്ക് മനസ്സിലാവുക, ബട്ട് ചില കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒബ്സർവേഷൻ വഴി തന്നെ മനസ്സിലാക്കാൻ പറ്റും ഒരാൾ പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. ദെൻ ആസ്കിങ് ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ നമുക്ക് ഒബ്സർവേഷനിലൂടെ വഴി കംപ്ലീറ്റ് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ക്വസ്റ്റ്യൻ മീൻസ് അവിടെ ഒരു ഫോമൽ ക്വസ്റ്റ്യൻസ് അല്ല, ഇൻഫോർമൽ വേയിലൂടെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് വഴി വേണമെങ്കിലും പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ അത് ചോദിക്കാനുള്ളൊരു സ്കില്ല് വേണം, ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ളൊരു സ്കില്ല് വേണം. ദെൻ റിഫ്ലക്ഷൻ. ഇപ്പോൾ നമ്മൾ ഒരാൾ നമുക്ക് പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ളത് കൺവേ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾക്ക് തിരിച്ച് അതിന് വേണ്ട സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യാനോ അതിന് വേണ്ട സൊല്യൂഷൻസ് റിഫ്ലക്റ്റ് ചെയ്യാനുള്ളൊരു എബിലിറ്റി വേണം. ഓക്കെ, നമ്മളുടെ ഉള്ളിൽ അതിന് സൊല്യൂഷൻസ് ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, അത് ക്ലിയർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കാനുള്ളൊരു എബിലിറ്റി കൂടെ വേണം. ദെൻ എംപതി. എംപതി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളായിട്ട് നിൽക്കുന്നതിന് പകരം മറ്റുള്ളവരുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ കൂടെ ചിന്തിക്കാനുള്ളൊരു കഴിവ്. ഇപ്പോൾ ഒരാൾ പ്രോബ്ലം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലം എന്താണെന്നുള്ളത് അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കാനുള്ള ഒരു എബിലിറ്റീനെയാണ് എംപതി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ എ കൗൺസിലർ ഷുഡ് ബി എംപത്തറ്റിക്. ദെൻ ജെനുവിൻനെസ്. ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത്
അവിടെ എന്തായിരിക്കണം, ജെന്യുവിൻ റീസൺസ് എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കണം കൗൺസിലിംഗ് കൊടുക്കേണ്ടത്. എല്ലാ ജെന്യുവിൻ ആയിട്ടുള്ള മാറ്റേഴ്സും കൺസിഡർ ചെയ്യണം. അല്ലാതെ ഒരാൾ പറയുന്നത് കേട്ടതിൻ്റെ ബേസിസിൽ മാത്രമായിരിക്കില്ല ഒരു കൗൺസിലർ അവരുടെ ഗൈഡൻസ് കൊടുക്കുന്നത്. ഒരുപാട് സിറ്റുവേഷൻ, എക്സ്പീരിയൻസസ് അതിൻ്റെയൊക്കെ അനലൈസ് ചെയ്തതിൻ്റെ ബേസിസിലായിരിക്കും ഒരു കൗൺസിലർ വേണ്ട ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്. ഇപ്പം നമ്മൾ തിരിച്ചൊന്നും തന്നെ പ്രതീക്ഷിച്ചിട്ടല്ല എന്ത് ചെയ്യുന്നത്, ഒരു ഗൈഡൻസ് കൊടുക്കുന്നത്. ആൻഡ് ഇറ്റ് ഷുഡ് ബി ഇൻ പോസിറ്റീവ് റിഗാർഡ്. നമ്മൾ ഒരാളെ ഡിസ്ട്രോയ് അല്ലെങ്കിൽ ഡിമിനിഷ് ചെയ്യുന്ന രീതിയിലല്ല, പോസിറ്റീവ് ഇൻക്രീസ് ചെയ്യുന്ന രീതിയിലാണ് ഫീഡ്ബാക്ക് ആണെന്നുണ്ടെങ്കിലും സജഷൻസ് ആണെന്നുണ്ടെങ്കിലും പ്രൊവൈഡ് ചെയ്യേണ്ടത്. ദെൻ കൗൺസിലർ സെൽഫ് ഡിസ്ക്ലോഷർ. കൗൺസിലർ എന്ന് പറയുന്നത് അവരുടെ എക്സ്പീരിയൻസ് ആണെന്നുണ്ടെങ്കിലും അവരുടെ മാറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിലും സെൽഫ് ഡിസ്ക്ലോസ് ചെയ്യാനുള്ളൊരു എബിലിറ്റി ഉണ്ടാകണം. സെൽഫ് ഡിസ്ക്ലോസ് മീൻസ് അവരുടെ എക്സ്പീരിയൻസസും അവരുടെ എബിലിറ്റീസും എന്താണെന്നുള്ളത് പ്രോബ്ലം സീക്കേഴ്സിന് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ പ്രോബ്ലം സീക്കേഴ്സിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കണം. സെൽഫ് ഡിസ്ക്ലോസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടാകണം. ഇതൊക്കെയാണ് സ്കിൽസ്. ദെൻ ലാസ്റ്റ് കൗൺസിലിംഗ് പ്രോസസ്സ് എന്താണെന്നാണ്. ജസ്റ്റ് ഒരു 6 സ്റ്റെപ്സ് ആണുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓപ്പണിംഗ് മീൻസ് കൗൺസിലറും എന്ത് ചെയ്യണം, ഈ ഒരു ക്ലയൻറ്റായിട്ട് അല്ലെങ്കിൽ പ്രോബ്ലം സീക്കറായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ, ക്ലയൻറ്റ് ആരാണെന്നുള്ളത് കൗൺസിലർ ഐഡൻറ്റിഫൈ ചെയ്യണം. ആൻഡ് ദ കൗൺസിലർ എങ്ങനെയാണെന്നുള്ളത് ക്ലയൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഫസ്റ്റ് സെഷനാണ് ഓപ്പണിംഗ്. ദെൻ നെക്സ്റ്റ് exploring means client understanding. Counselor explore the past and evaluate current concern of the client. ക്ലയൻറ്റിനെ കുറിച്ചിട്ട് ക്ലയൻറ്റിൻ്റെ പാസ്റ്റ് എങ്ങനെയാണ് ആൻഡ് കറൻറ്റ് കൺസേൺ എന്താണെന്നുള്ളത് കൗൺസിലർ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സ്റ്റേജാണ്. ക്ലയൻറ്റിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയാണ് എക്സ്പ്ലോറിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then understanding. Using verbal and non-verbal cues, counselor demonstrate understanding the client. ഇനി ക്ലയൻറ്റിനെ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാണ്, അവരുടെ പ്രോബ്ലം എന്താണെന്നുള്ളത് കൂടുതൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേർബൽ ആൻഡ് നോൺ വേർബൽ ക്യൂസ് യൂസ് ചെയ്യാണ്. വേർബൽ മീൻസ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടാകാം. നോൺ വേർബൽ മീൻസ് നമ്മളൊരു കാര്യം ചോദിക്കുന്ന സമയത്ത് അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആണെങ്കിലും ബോഡി മൂവ്മെൻറ്റ്സും ഒക്കെ നോൺ വേർബൽ ക്യൂസ് ആണ്. അവർ ടെൻസ്ഡ് ആണോ, അവർ ഹാപ്പി ആണോ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ക്യൂസ് ഉണ്ട്. അപ്പോൾ യൂസിങ് വേർബൽ ആൻഡ് നോൺ വേർബൽ ക്യൂസ് ദ കൗൺസിലർ അണ്ടർസ്റ്റാൻഡ് ദ ക്ലയൻറ്റ്. ദെൻ ഇൻ്റർവെൻഷൻ. എന്താണ് പ്രോബ്ലം എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കൗൺസിലർ എന്ത് ചെയ്യും, അപ്രോപ്രിയേറ്റ് കൗൺസിലിംഗ് ടെക്നിക്സ് യൂസ് ചെയ്യും ഇൻ ഓർഡർ ടു സോൾവിങ് ദ ക്ലയൻറ്റ്സ് പ്രോബ്ലം. ദെൻ എക്സ്പ്ലോറിങ് ദ പ്രോബ്ലംസ്. ഇനി പ്രോബ്ലം എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലയൻറ്റിനെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് എക്സ്പ്ലോറിങ് ദ പ്രോബ്ലം. ആ പ്രോബ്ലത്തിന് എന്ത് എഫക്റ്റാണ് ക്ലയൻറ്റിൽ ഉണ്ടായിരിക്കുന്നത്, അതെങ്ങനെയാണ് ക്ലയൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്നത്, മെൻ്റലി ആണോ അല്ലെങ്കിൽ അത് ക്രോണിക് ആയിട്ടുള്ളതാണോ, ക്രോണിക് മീൻസ് ലോങ് പീരീഡിലേക്കുള്ളതാണോ എന്നൊക്കെ ഉള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാം. And the last one, empower to create own solutions. After all this, the counselor implement the solutions. അവരെന്ത് ചെയ്യും, ആ ഒരു പ്രോബ്ലത്തിൽ നിന്നും റിലീഫ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ മെഷേഴ്സ് അഡോപ്റ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു ലിസ്റ്റ് ഓഫ് സൊല്യൂഷൻസ് എടുക്കും. അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ആർക്ക് അഡോപ്റ്റ് ചെയ്യാം, ഈ ഒരു പ്രോബ്ലം സീക്കർ അല്ലെങ്കിൽ ക്ലയൻറ്റിന് അഡോപ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് പ്രോസസ്സാണ്. ഈ 2 ഏരിയാസ് ടെക്സ്റ്റിൽ ഇല്ലെങ്കിൽ കൂടെ യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ്, ബിക്കോസ് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എഴുതാവുന്ന ഏരിയാസാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ, സ്ട്രെസ് മാനേജ്മെൻറ്റ് ചാപ്റ്റർ. 2 സ്ലൈഡായിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.